പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവിക അനുഭവങ്ങൾ ആദരങ്ങൾ കൊണ്ട് ഉറക്കെ പറയുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നതിനെ കുറിച്ചാണ്. പ്രാർത്ഥനകൾ ആദരങ്ങൾ കൊണ്ട് സ്ഫുടമായി ഉറക്കെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ? ദൈവവചനങ്ങൾ ആവർത്തിച്ച് ഉറക്കെ സ്ഫുടമായി ഉരുവിടുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉയർച്ചയുണ്ടോ? ദൈവിക അനുഭവങ്ങളും ദൈവം നൽകുന്ന ഉൾബോധ്യങ്ങളും ദൈവത്തോടുള്ള ബന്ധവും നമ്മുടെ ആദരങ്ങൾ കൊണ്ട് ആത്മീയ കാര്യങ്ങൾ, ആത്മീയ അനുഭവങ്ങൾ നമ്മുടെ ആദരങ്ങൾ കൊണ്ട് ഉറക്കെ ആവർത്തിച്ച് പറയുന്നത് കൊണ്ടും ഉരുവിടുന്നത് കൊണ്ടും നമുക്ക് എന്തെങ്കിലും മേന്മ ലഭിക്കുമോ എന്നതിനെ കുറിച്ചാണ്. ജപങ്ങൾ ആവർത്തിച്ച് ഉറക്കെ ജപിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ നിമിഷങ്ങളിൽ അവിടുത്തെ അരൂപിയെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും സകല ജനപദങ്ങളുടെ മേലും വർഷിക്കണമേ. കർത്താവെ, അങ്ങയുടെ വെളിപാടുകൾ ബോധ്യങ്ങളായി ഹൃദയങ്ങളിൽ പതിക്കാൻ തക്കവിധം ഇപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. ഈ തിരുവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേക കുടുംബങ്ങളിൽ വലിയ ആത്മീയ അഭിഷേകങ്ങൾ അവിടുന്ന് പകർന്നു നൽകണമേ. അവിടുന്ന് ഇപ്പോൾ ഇടപെട്ട് ആത്മീയ മന്ദതയും ആത്മീയമായ മരവിപ്പും കഴുകി കളയണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ സകല കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കട്ടെ. ഹാലലുയ, 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 ഹാലലുയ. ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ദൈവവചനം കേൾക്കാനുള്ള തടസ്സങ്ങൾ ഇപ്പോൾ ആത്മാവിന്റെ പ്രവർത്തനത്താൽ നിർവീര്യമാകട്ടെ. ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രവേശിക്കാൻ തക്കവിധം ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഹൃദയങ്ങളെ തുറക്കട്ടെ. ഹാലലുയ, 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 ഹാലലുയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഏറെ നാളുകൾക്ക് മുമ്പ് ധ്യാനം കൂടിയൊരു വ്യക്തി ധ്യാനത്തിന് ശേഷം വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ അനുഭവം എഴുതി ഇങ്ങോട്ട് അറിയിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്: എന്റെ പേര് മാത്യു ജോസഫ്, വീട്ടുപേര് മാളിയേക്കൽ, സ്ഥലം ഇടുക്കി. ഞാൻ ധ്യാനം കൂടിയത് ജൂലൈ മാസം 2-ാം ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന ധ്യാനത്തിലാണ്. കഴിഞ്ഞ 34 വർഷമായി മദ്യപിച്ചിരുന്നവനാണ് ഞാൻ. പല ധ്യാനങ്ങളും കൂടിയെങ്കിലും വീണ്ടും വീണ്ടും കുടിച്ച് വീണുപോയി. സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ മദ്യപാന ദുരാസക്തിയിലേക്ക് വലിച്ചഴയ്ക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളെ ബന്ധിച്ച് ഡെലിവറൻസ് പ്രയർ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ എന്നിൽ നിന്നും തിന്മയുടെ ശക്തികൾ വിട്ടൊഴിഞ്ഞു പോകുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അതിനുശേഷം പിന്നീട് ഒരിക്കലും കുടിക്കാൻ ഇടവന്നിട്ടില്ല. പ്രിയപ്പെട്ട അച്ഛ, ഒരു ചെറിയ കാര്യം കൂടി ഞാൻ രേഖപ്പെടുത്തട്ടെ. ഈശോ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നാൽ എനിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു. എനിക്ക് ഈശോയെ അറിഞ്ഞുകൂടായിരുന്നു. സഗിയോനിൽ ധ്യാനം കൂടിയപ്പോൾ ഈശോയോട് ഞാൻ ചോദിച്ചത് ഒരല്പം വിശ്വാസത്തിന് വേണ്ടിയാണ്. ആരാധനയുടെ സമയത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ഉണ്ട് എന്ന് ഞാൻ ആവേശത്തോടെ പറഞ്ഞു. അപ്പോൾ ഈശോ പറയുകയാണ്, എങ്കിൽ എന്തുകൊണ്ട് അത് ഉറക്കെ പറഞ്ഞുകൂടാ? അപ്പോൾ മുതൽ 2006 ജൂലൈ 12 ബുധനാഴ്ച മുതൽ ഞാൻ ഉറക്കെ പറയാൻ തുടങ്ങി, ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന്.
ഇപ്പോൾ എന്റെ ഈശോയെ സ്നേഹിക്കാൻ വലിയ അഭിഷേകം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്റെ പ്രാർത്ഥനകൾക്കെല്ലാം മാറ്റം വന്നു. ഇന്ന് എനിക്ക് പണ്ടത്തെ പോലെ മദ്യപാനത്തിലേക്ക് വീണുപോകുന്ന അവസ്ഥ എന്റെ ഈശോ എടുത്തു മാറ്റിക്കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ആ ദൈവ പൈതലിനെ ദൈവം ഇടപെട്ട് വിടുതലിലേക്ക് നയിച്ച വഴികളെ കുറിച്ച് ദൈവ പൈതൽ രേഖപ്പെടുത്തുകയാണ്. 2006 ജൂലൈ മാസം 2ാമത്തെ ഞായറാഴ്ച മുതൽ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ആരംഭിച്ച ധ്യാനത്തിൽ പങ്കെടുത്ത ദൈവ പൈതലാണ് അദ്ദേഹം വരുമ്പോൾ 34 വർഷമായി മദ്യപിച്ച് മദ്യപാന ദുരാസക്തിയുടെ കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹം വന്നത്. അതിനേക്കാൾ വലിയൊരു ബന്ധനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈശോയെ കുറിച്ച് ഒത്തിരി അറിയാമെങ്കിലും ഈശോ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ബുദ്ധിപരമായി ബോധ്യമുണ്ടായിരുന്നെങ്കിലും ഈശോയിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈശോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അനുഭവമായിരുന്നില്ല. അന്ന് ഇദ്ദേഹം ഈശോയോട് പറഞ്ഞു, എന്റെ ഈശോയെ, ഒരല്പമെങ്കിലും വിശ്വാസം തന്നെ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണം. അദ്ദേഹത്തിന്റെ നിലവിളി ഈശോ കേട്ടു. അദ്ദേഹത്തിന്റെ വിശ്വാസം വർദ്ധിക്കാൻ, അദ്ദേഹത്തിന്റെ അഭിഷേകം വർദ്ധിക്കാൻ, അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തിന് വിടുതലുണ്ടാകാൻ, അദ്ദേഹത്തിന്റെ പാപങ്ങൾ വിട്ടൊഴിഞ്ഞു പോകാൻ യേശുക്രിസ്തു അദ്ദേഹത്തിന് ഒരു വഴി വന്ന് പറഞ്ഞു കൊടുത്തു. യേശുക്രിസ്തു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മാത്യു ജോസഫ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അദ്ദേഹം ആവേശത്തോടെ പറഞ്ഞു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അപ്പോൾ ഈശോ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിനക്കത് ഉറക്കെ പറഞ്ഞുകൂടാ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹൃദയത്തിലുള്ള അനുഭവം, ഹൃദയത്തിലുള്ള ദൈവത്തോടുള്ള ബന്ധം എന്താണോ ഹൃദയത്തിലുള്ളത് അത് ആദരങ്ങൾ കൊണ്ട് ഉറക്കെ പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ വചനങ്ങൾ ഈ കാര്യം സാക്ഷിക്കുന്നു. 91-ാം സങ്കീർത്തനത്തിൽ 1-2 വാക്യങ്ങൾ, അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും കർത്താവിന്റെ തണലിൽ വസിക്കുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. ഉള്ളിലുള്ള ബന്ധം, ഉള്ളിലുള്ള അനുഭവം, ഉള്ളിലുള്ള ദൈവീകമായ അഭിഷേകം ആദരങ്ങൾ കൊണ്ട് ഉറക്കെ ആവർത്തിച്ച് പറയണം എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. റോമാലേഖനം 10-ാം അധ്യായം 10-ാമത്തെ തിരുലിഖിതം. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവൻ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിലുള്ള അനുഭവം, ഹൃദയത്തിലുള്ള വിശ്വാസം, ഹൃദയത്തിലുള്ള ബോധ്യം, ഹൃദയത്തിലുള്ള ദൈവബന്ധം അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. രക്ഷ, ഇംഗ്ലീഷിൽ അതിന്റെ വാക്കാണ് റിഡംഷൻ. റിഡംഷൻ എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അഴിച്ചുവിടുന്ന പ്രക്രിയയാണ് റിഡംഷൻ. ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ വിടുതൽ ചെയ്യുന്ന പ്രക്രിയയാണ് റിഡംഷൻ. അപ്പോൾ പാപത്തിന്റെ കെട്ടുകളിലിരിക്കുന്നവർ, അന്ധകാരത്തിന്റെ കെട്ടുകളിലിരിക്കുന്നവർ, പലതരത്തിലുള്ള ഭാരത്തിലിരിക്കുന്നവർ, ദുഃഖത്തിലിരിക്കുന്നവർ, നിരാശയിലിരിക്കുന്നവർ, രോഗത്തിലിരിക്കുന്നവർ, ആത്മീയ മന്ദതയിലിരിക്കുന്നവർ, മരവിപ്പിലിരിക്കുന്നവർ, ആത്മീയ അനുഭവങ്ങൾ ലഭിക്കാത്തവർ, വിശ്വാസത്തിൽ വളരാത്തവർ, ബന്ധനങ്ങളിലിരിക്കുന്നവർ, അവർ ഉള്ളിലുള്ള അനുഭവം, ഉള്ളിലുള്ള ദൈവത്തിന്റെ ബോധ്യം, ഉള്ളിലുള്ള വിശ്വാസ ബോധ്യങ്ങൾ ഉറക്കെ പറയുമ്പോൾ ദൈവത്തിന്റെ ശക്തി അഭിഷേകമായി അദ്ദേഹത്തിന്റെ മേൽ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി അദ്ദേഹത്തിന്റെ ചുറ്റിലും വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി അദ്ദേഹത്തിന്റെ മനസ്സിൽ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി അദ്ദേഹത്തിന്റെ ആത്മീയ മണ്ഡലത്തിലേക്ക് പ്രവഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിടുതലിന്റെ അനുഭവം ഉണ്ടാകുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയണം, അധരങ്ങൾ കൊണ്ട് പറയണം. പല വ്യക്തികളും
ധ്യാനത്തിൽ അച്ഛനോട് പറയാറുള്ളൊരു അനുഭവമുണ്ട്. അവർ പറഞ്ഞെങ്ങനെയാണ്, അച്ഛാ, രാത്രിയിൽ ദുസ്വപ്നങ്ങൾക്കിടെ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ, രാത്രിയിൽ ഭയപീഡകൾ ഉണ്ടാകുമ്പോൾ, രാത്രിയിൽ പൈശാചിക പീഡകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വേഗം എഴുന്നേറ്റ് കിടക്കയിലിരുന്ന് വിശ്വാസ പ്രമാണം അതരങ്ങൾ കൊണ്ട് ഉറക്കെ 1, 2, 3 തവണ ജപിച്ചു കഴിയുമ്പോൾ ആ പീഡ വിട്ടുപോയി. പിന്നെ നല്ല സുഖമായ ഉറക്കം ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ. ഉള്ളിലുള്ള വിശ്വാസ അനുഭവങ്ങൾ, രക്ഷയുടെ ബോധ്യങ്ങൾ അതരങ്ങൾ കൊണ്ട് ഉറക്കെ റിപ്പീറ്റഡായി 2, 3 തവണ ആവർത്തിച്ച് ജപിച്ചു കഴിയുമ്പോൾ, ഉരുവിട്ട് കഴിയുമ്പോൾ, സ്ഫുടമായി ഉച്ചരിച്ചു കഴിയുമ്പോൾ പീഡകൾ ഒഴിഞ്ഞു പോകുന്നു, ഭയം വിട്ടുപോകുന്നു, ഉറക്കത്തിന്റെ ശല്യങ്ങൾ മാറുന്നു, പൈശാചിക കൂട്ടങ്ങൾ ഓടി മറയുന്നു, രോഗം അമർന്നു പോകുന്നു. അവർക്ക് പിന്നെ ശാന്തമായി ഉറക്കം ലഭിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കർത്താവ് വചനത്തിലൂടെ നൽകിയിരിക്കുന്ന ഒരു മാർഗമാണ്. അതുകൊണ്ടാണ് ജെറമ്യായുടെ പുസ്തകം 15-ാം അധ്യായം 19-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നു, നീ വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എന്റെ നാവ് പോലെയാകും. നീ വിലകെട്ടത് പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എന്റെ നാവ് പോലെയാകും. എന്താണ് ഈ സദ്വചനങ്ങൾ? എന്താണ് നമ്മുടെ നാവ് കൊണ്ട് പറയേണ്ടത്? എന്താണ് നമ്മുടെ അതരങ്ങൾ കൊണ്ട് പറയേണ്ടത്? എന്താണ് ഏറ്റു പറയേണ്ടത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ, ഒരുപക്ഷെ രക്ഷയുടെ അനുഭവങ്ങൾ, ദൈവികമായ ബന്ധം, അതെല്ലാം ഉള്ളിൽ എന്തുണ്ടോ, അനുഭവം ഉള്ളിലുണ്ടോ അത് ആദരങ്ങൾ കൊണ്ട് പറയണം. ഒരുപക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം പെട്ടെന്ന് സഹായിക്കുന്ന അനുഭവമുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ പറയണം, എന്റെ കർത്താവെ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. എന്റെ കർത്താവ് എന്റെ സങ്കേതമാണ്, എന്റെ കർത്താവ് എന്റെ കോട്ടയാണ്, എന്റെ കർത്താവ് എന്റെ അഭയമാണ്. ഒരുപക്ഷെ ദൈവത്തോട് ഒത്തിരി സ്നേഹത്തിൽ വളർന്ന വ്യക്തിയായിരിക്കാം. ദൈവം ഇങ്ങോട്ടും സ്നേഹിക്കുന്ന അനുഭവം ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ ഇങ്ങനെ പറയണം, കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു, യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു, യേശുവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു, യേശുവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു, യേശുവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു. ഇങ്ങനെ ആവർത്തിച്ച് ഉച്ചരിച്ചു കൊണ്ടിരിക്കണം. ആവർത്തിച്ച് അതരങ്ങൾ കൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം. ആവർത്തിച്ച് അതരങ്ങൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ ദൈവത്തിൽ നല്ല ശരണമുള്ള വ്യക്തിയായിരിക്കാം. ആ വ്യക്തി ഇങ്ങനെ പറയണം, യേശുവേ ഞാനെങ്കിൽ ശരണപ്പെടുന്നു, യേശുവേ ഞാനെങ്കിൽ ശരണപ്പെടുന്നു, യേശുവേ ഞാനെങ്കിൽ ശരണപ്പെടുന്നു. ഇത് രാവും പകലും എപ്പോൾ സമയം കിട്ടുന്നോ അപ്പോഴെല്ലാം പറയണം. ഒരു പ്രാവശ്യമോ 5 തവണയോ 10 തവണയോ 50 തവണയോ 100 തവണയോ 500 തവണയോ 1000 തവണയോ 10,000 തവണയോ എത്രമാത്രം കൂടുതൽ പറയുന്നോ അത്രയും അഭിഷേകം വർദ്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്രയും അഭിഷേകം വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മാർഗങ്ങൾ ചിലർക്ക് അന്യമാണ്. ഈ മാർഗങ്ങൾ ചിലർക്ക് വില കെട്ടതായി തോന്നും. ഈ മാർഗങ്ങൾ ചിലർക്ക് മനസ്സിലാവുകയില്ല. ആരാണവർ? സത്യത്തെ അവഗണിക്കുകയും അനീതിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട്. സത്യത്തെ അവഗണിക്കുകയും അനീതിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നവർ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവരെക്കുറിച്ച് ജോബിന്റെ പുസ്തകം 24-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്, പ്രകാശത്തിന്റെ വഴി പരിചയിക്കുകയോ അതിലൂടെ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ട്. ഈ അനുഭവത്തിലേക്ക് വരാനൊന്നും മെനക്കെടാതെ, അതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കാതെ കണ്ണു അടച്ചെതിർക്കുന്നവർ. വീണ്ടും ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായം 9-ാം വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നു, ജ്ഞാനമുള്ളവൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, വിവേകമുള്ളവൻ ഈ കാര്യങ്ങൾ അറിയട്ടെ. കർത്താവിന്റെ മാർഗങ്ങൾ ഋജുവാണ്, നീതിമാന്മാർ അതിലൂടെ ചരിക്കുന്നു, പാപികൾ കാലിടറി വീഴുന്നു. നീതിമാന്മാർ അതിലൂടെ ചരിക്കുന്നു, കർത്താവിന്റെ മാർഗങ്ങൾ ഋജുവാണ്, പാപികൾ അവിടെ കാലിടറി വീഴുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പുണ്യപിതാക്കന്മാർ നമുക്ക് മുമ്പേ ജീവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി വിശുദ്ധ ജീവിതം നയിച്ച് കടന്നുപോയ അനേകർ ഈ മാർഗങ്ങൾ അവലംബിച്ചിരുന്നു. അവരിതിന് വിളിച്ചിരുന്ന വാക്കാണ് സുഹൃത ജപം. സുഹൃത ജപം ജപിക്കുന്നതിൽ കാര്യമുണ്ട്. വിശ്വാസ പ്രമാണമായാലും ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യമാണെങ്കിലും ദൈവവചനമാണെങ്കിലും യേശുവിന്റെ നാമമാണെങ്കിലും ആവർത്തിച്ച് 1, 5, 10, 100, 1000, 10,000 തവണ ആവർത്തിച്ച് ജപിക്കുന്നതിന് ശക്തിയുണ്ട്.
ദൈവത്തിന്റെ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് ആവസിക്കുന്ന സമയമാണത്. ദൈവത്തിന്റെ ശക്തി നമ്മുടെ ചുറ്റിലും വ്യാപരിക്കുന്ന സമയമാണത്. ദൈവത്തിന്റെ ശക്തി നാം കിടക്കുന്ന മുറിയിൽ, നാം ഇരിക്കുന്ന ഓഫീസിൽ, നാം പ്രവർത്തിക്കുന്ന കൃഷിയിടത്തിൽ വ്യാപരിക്കുന്ന സമയമാണത്. അത് ഒരു പാഴ്വേലയല്ല. ഹല്ലേലൂയ. ഇതാ ഇടുക്കിയിൽ നിന്നുള്ള മാത്യു ജോസഫ്, അദ്ദേഹത്തിന് ധ്യാനം കഴിഞ്ഞ് തിരിച്ചു ചെന്ന് പണ്ടത്തെ പോലെ മദ്യപിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ 2006 ജൂലൈ മാസത്തിൽ 12-ാം തീയതി ബുധനാഴ്ച രാത്രി ഈശോ ഈ കാര്യം അദ്ദേഹത്തെ പഠിപ്പിച്ച ആ നിമിഷം മുതൽ അദ്ദേഹം എപ്പോഴും പറയും, ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഉറക്കെ അതരങ്ങൾ കൊണ്ട് അദ്ദേഹം ഉച്ചരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് പിന്നീടും മദ്യപിക്കണമെന്ന് പ്രലോഭനം ഉണ്ടായപ്പോൾ, പ്രലോഭനം പെരുകിയപ്പോൾ, ദുർമോഹം ശരീരത്തിൽ തിളച്ചു മറിഞ്ഞപ്പോൾ അദ്ദേഹം ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ആവർത്തിച്ച് ഉച്ചരിച്ചുകൊണ്ട് ഈ പാപശക്തിയെ കെടുത്തി കളഞ്ഞു. 2006 ജൂലൈ 12 മുതൽ ഇന്ന് വരെ പാപം ചെയ്യാതെ, ഒരു കുഞ്ഞു പാപത്തിൽ പോലും വീഴാതെ അദ്ദേഹം ഇന്ന് നിർമ്മലനായി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം ഈശോ പറഞ്ഞു കൊടുത്ത ഈ വഴി അദ്ദേഹം അക്ഷരം പ്രതി വിശ്വസിച്ച് അനുസരിച്ചു എന്നുള്ളതാണ്. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കും സുഹൃത ജപങ്ങൾ ഉച്ചരിച്ച്, യേശുവിന്റെ വചനങ്ങൾ ഉച്ചരിച്ച്, യേശുവിനെ നാം ഉച്ചരിച്ച് അഭിഷേകത്തിൽ വളരാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവേ, പുത്രന്റെ നാമത്തിൽ ഈ സമൂഹം അത്ഭുതം പ്രാപിക്കട്ടെ. ഇപ്പോൾ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്നവരും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നവരും ഈ വചനങ്ങളാൽ അഭിഷേകം പ്രാപിച്ചവരും കൂടുതൽ സൗഖ്യത്തിലേക്ക് വരട്ടെ, കൂടുതൽ വിടുതലിലേക്ക് വ്യാപരിക്കട്ടെ. കർത്താവിന്റെ ശക്തി നിറയട്ടെ, കർത്താവിന്റെ അഭിഷേകം നിറയട്ടെ, കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി ജ്വലിക്കട്ടെ, മന്ദത മാറട്ടെ, കൃപ നിറയട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ, മോചനങ്ങൾ ധാരാളമായി ലഭിക്കട്ടെ, കുടുംബങ്ങളിൽ നിന്ന് അന്ധകാരങ്ങൾ മാറട്ടെ, അവിശ്വാസത്തിന്റെ ദുർചിന്തകൾ വിട്ടുപോകട്ടെ, ഭോഷ്ക ചിന്തകൾ വിട്ടുപോകട്ടെ, വിശ്വാസ ബോധ്യങ്ങൾ അഭിഷേകത്തിൽ ജ്വലിക്കട്ടെ. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. തെറ്റിലേക്ക് വഴുതിപ്പോയവർ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ ഹൃദയം ഉയർത്താം. 25-ാം സങ്കീർത്തനത്തിലെ 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുവിൻ, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ തന്നെ. 121-ാം സങ്കീർത്തനം ദൈവം സഹായിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത ഇടപെടലിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നു. ഈ നിമിഷങ്ങളിൽ ബലഹീനർ പ്രാർത്ഥിക്കട്ടെ, ദുർബലർ പ്രാർത്ഥിക്കട്ടെ, രോഗികൾ പ്രാർത്ഥിക്കട്ടെ, ഞെരുക്കത്തിലിരിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, കണ്ണുനീരിലുള്ളവർ പ്രാർത്ഥിക്കട്ടെ, തകർന്നവർ പ്രാർത്ഥിക്കട്ടെ, പാപത്തിന്റെ അന്ധകാരത്തിൽ ആണ്ടുകിടക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. എത്ര ശ്രമിച്ചിട്ടും പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ പറ്റുന്നില്ല എന്ന് വിലപിക്കുന്നവർ കർത്താവിനെ വിളിക്കട്ടെ. അവിടുന്ന് ശക്തിയോടെ വിടുവിക്കുന്നവനാണ്.
അവിടുന്ന് ശക്തിയോടെ വിടുവിക്കുന്നവനാണ്. കർത്താവിന്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി ഈ നിമിഷം കർത്താവിനെ വിളിക്കുക. അവിടുന്ന് തന്റെ ശക്തിയാൽ നമ്മളെ ആടയൊടിപ്പിക്കും. അവിടുന്ന് തന്റെ ശക്തിയാൽ നമ്മളെ വലയം ചെയ്യിക്കും. അവിടുന്ന് തന്റെ ശക്തി കൊണ്ട് നമ്മളെ ബലവാന്മാരാക്കി മാറ്റും. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യണമേ. ഇപ്പോൾ അവിടുന്ന് കെട്ടുകൾ അഴിക്കണമേ. ഇപ്പോൾ അവിടുന്ന് തിന്മകളെ തകർക്കണമേ. ഇപ്പോൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന, അങ്ങയുടെ നാമത്തെ വിളിച്ച് കരയുന്ന ഓരോരുത്തരുടെ മേൽ അവിടുന്ന് തന്റെ അത്ഭുത ശക്തിയെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ കാൽമുട്ടുകളുടെ വേദനകൾ വിട്ടുപോകട്ടെ. ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കണ്ണിന്റെ അസ്വസ്ഥതകൾ സൗഖ്യമാകട്ടെ. കരൾ രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ. നിഗൂഢ രോഗങ്ങൾ ഇപ്പോൾ കർത്താവിന്റെ നാമത്തിൽ ശരീരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമില്ലാത്ത രോഗങ്ങൾ, മാറാ രോഗങ്ങൾ, പാരമ്പര്യമായ രോഗങ്ങൾ യേശുവിന്റെ ശക്തിയാൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോചനം കിട്ടാത്ത പാപദുശീലങ്ങളിൽ നിന്ന് ഇപ്പോൾ കർത്താവിന്റെ ശക്തിയാൽ വിടുതൽ ഉണ്ടാകട്ടെ. മദ്യപാനം മാറട്ടെ. പുകവലി മാറട്ടെ. ചീട്ടുകളിയുടെ ദുർസ്വഭാവം വിട്ടുപോകട്ടെ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പേര് റിജി എന്നാണ്. ഞാൻ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ നിന്ന് പാമനാർ എന്ന ഇടവയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ധ്യാനം കൂടാൻ വന്നപ്പോൾ എനിക്ക് അലർജിയുടെ, സിമെന്റിന്റെ അലർജിയുടെ ഒരു ഇതുണ്ടായിരുന്നു. എന്റെ കൈയുടെ ഈ ഭാഗത്തായിട്ടും ശരീരത്തിന്റെ ഭാഗത്തായിട്ടും ഇങ്ങനെ ചൊറിഞ്ഞു ചടിച്ച് ഭയങ്കര, രാത്രി കിടക്കുമ്പോഴൊക്കെ ഭയങ്കര ചൊറിച്ചിൽ അനുഭവപ്പെട്ടിരുന്നു. അപ്പൊ ഞാനിവിടെ ഞായറാഴ്ചയാണ് ഞങ്ങളിവിടെ എത്തിയത്. എന്റെ കുടുംബമുണ്ട്. അപ്പോൾ ഞായറാഴ്ച ഞങ്ങളിവിടെ എത്തി. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് അന്ന് കുളിക്കാൻ പറ്റില്ല. വന്നറിഞ്ഞെ കുളിക്കാനൊന്നും പറ്റില്ല. രാത്രിയാണ് കുളിയൊക്കെ കഴിഞ്ഞ് കടന്നത്. അപ്പൊ ഇവിടെ വന്ന് ക്ലാസ്സിനൊക്കെ കൂടി എല്ലാം കഴിഞ്ഞ് കടന്നു കഴിഞ്ഞപ്പോഴത്തേന് ആ രാത്രിയിലുള്ള ആ ചൊറിച്ചില് അങ്ങില്ല. എനിക്ക് നല്ലപോലെ കടന്നുറങ്ങാൻ പറ്റി. പിറ്റേ ദിവസം അതുപോലെ തിങ്കളാഴ്ച ഇവിടെ വന്ന് ധ്യാനം ക്ലാസ്സിന് രാവിലെ തൊട്ട് കൊന്ത തൊട്ട് ഇവിടെ വന്ന് ക്ലാസ് കൂടി. അന്ന് തൈലാഭിഷേകത്തിന്റെ സമയത്ത് തൈലാഭിഷേകം ചെയ്യാനുള്ള ഇങ്ങനെ ഇന്റർവെല്ലിന്റെ സമയത്ത് ഇവിടെ വിളിച്ച് തൈലാഭിഷേകം ചെയ്തുകൊണ്ടിരുന്നു. അന്ന് എനിക്ക് പറ്റിയില്ല. പിറ്റേ ദിവസം അടുത്ത ദിവസം ചൊവ്വാഴ്ച എനിക്ക് സാധിച്ചു. അപ്പൊ എനിക്ക് ഈ പണിയൊക്കെ എടുത്ത് വരുമ്പോഴത്തേന് ഒത്തിരി ടയണം, ഭയങ്കര നടുവേദന ഉണ്ടായിരുന്നു. വീട്ടിലൊക്കെ വരുമ്പോഴത്തേന് ഞാൻ എന്റെ പെണ്ണുങ്ങളോട് പറയും ഭയങ്കര നടുവേദനയാണ്, അപ്പൊ ചൂടുവെള്ളം എനിക്ക് വേണമെന്ന് പറയും. അങ്ങനെ ഞാൻ ചൂടുവെള്ളത്തിലാണ് കുളിക്കല് പതിവ്. പക്ഷെ ഇപ്പൊ ഇവിടെ ആ തൈലാഭിഷേകമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇത് കടക്കാനായിട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പം ആ നടുവേദന അങ്ങില്ല. കുറിക്കാനും എനിക്ക് പറ്റുന്നുണ്ട്. യേശുവേ സ്വസ്ത്ര, യേശുവേ നന്ദി. എത്ര നാളായിട്ടുള്ള ബുദ്ധിമുട്ടാണിത്? ഇപ്പൊ 1 വർഷത്തോളം അടുത്തിട്ടുണ്ടാവും. ഏതാണ്ട് 1 വർഷത്തോളം അടുത്ത് നടുവേദന, കുനിയാനും നിവരാനൊക്കെ ഇപ്പൊ നന്നായിട്ട് കുനിയാനൊക്കെ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് സ്വയം മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പവർ ഹൗസ്. നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ എന്തുതന്നെയായാലും ഞങ്ങൾക്ക് എഴുതുകയോ വിളിക്കുകയോ ചെയ്യുക. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അഡ്രസ്: പവർ ഹൌസ്, സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678589. ഫോൺ 04924253333 and 253647.